എല്ലാവർക്കും രശ്മീസ് റെസിപ്പീസിൻ്റെ അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു കുഞ്ഞ് റെസിപ്പിയാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. കുഞ്ഞ് റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്ക് ചോറിനായാലും കഞ്ഞിക്കായാലും ദോശയ്ക്ക് എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചോറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചോറിന് മാത്രമല്ല, ദോശയ്ക്ക് ഇഡ്ഡലിക്കോ കഞ്ഞിക്കോ എന്തിനായാലും കൂട്ടി കഴിക്കാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴ സമയത്ത് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്നു. പണ്ട് നമുക്ക് അടുപ്പെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് നല്ല എളുപ്പമായിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് ഗ്യാസ് അടുപ്പിലായാലും ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. അത്ര പോലെ തന്നെ നല്ലപോലെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 8-10 ചുമന്നുള്ളി ചേർത്ത് കൊടുക്കണം. വലിയ ചുമന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുമന്നുള്ളി കളറ് മാറുന്ന വരേക്ക് ശരിക്കൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. എണ്ണയിൽ ശരിക്കൊന്ന് മുരിച്ചെടുക്കണം ചുമന്നുള്ളി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് സമയം ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇത് കളർ മാറുന്ന വരേക്ക് ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക. കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഉള്ളി അടുപ്പിൽ നിന്ന് മാറ്റുന്നതിന് മുന്നേ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുളി കൂടി ചേർത്ത് കൊടുത്ത് പുളി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇത് ഉള്ളിയും പുളിയും കൂടിയും നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇത്രയും കളർ മാറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ കുറച്ച് തേങ്ങയുടെ പീസാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നൈസായിട്ട് മുറിച്ചെടുത്തിരിക്കുന്ന പീസാണ് കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ ചിരകിയത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ തേങ്ങയുടെ പീസായതുകൊണ്ട് അത് അത്ര അധികം പെട്ടെന്ന് അങ്ങനെ മൂത്ത് പോവില്ല. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചിരകിയതാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇങ്ങനെ തേങ്ങയുടെ പീസ് കളർ മാറി ഇങ്ങനെ തുടങ്ങുന്ന സമയം വരേക്ക് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള ചുമന്ന മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചേർക്കാമുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മുളക് ചേർത്തേക്കുന്നതുകൊണ്ടാണ് തേങ്ങയുടെ കൂടെ ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ തേങ്ങയെല്ലാം ശരിക്കും ഇങ്ങനെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുളകും ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതായത് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയുടെ കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടണം. അപ്പോൾ അതുവരേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ശരിക്ക് കളറെല്ലാം എല്ലാ പീസും കളറെല്ലാം മാറി തുടങ്ങുമ്പോൾ വേണം നമ്മൾക്കിത് ബാക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളും കൂടെയും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ വീണ്ടും പറയുന്നത് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച പുളിയും ഉള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാനുണ്ട്. കറിവേപ്പില അധികം ചൂടാകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് ചെറുതായിട്ടൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് ഫുള്ള് ചൂടാറാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. ശരിക്കും ഫുള്ള് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ വേണം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറാനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ അതിപ്പോൾ ഇവിടെ ശരിക്കും ഒന്ന് ചൂട് ആറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ നമുക്ക് ശരിക്കിത് അരച്ചിട്ട് ഉരുട്ടിയെടുക്കാം. ആ വെളിച്ചെണ്ണയുടെ മയത്തിലും ഉള്ളിയുടെ വെള്ളമയത്തിലും എല്ലാം ഇതൊന്ന് ശരിക്കൊന്ന് അരച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോഴാണ് നമ്മൾ പണ്ടെല്ലാം അമ്മിക്കല്ലെല്ലാം അരയ്ക്കുന്ന അതേ ടേസ്റ്റ് കിട്ടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ആദ്യമേ തന്നെ ഇതുപോലെ ഇങ്ങനെ ഇത്രയും ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡിലായതെല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് തട്ടി ഇതിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെയും ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിൽ നേരത്തെ വഴറ്റിയിരിക്കുന്നതായതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കൈ വെച്ചിട്ട് നമ്മൾ അമ്മിയിലെല്ലാം ചമ്മന്തി അരച്ചെടുക്കുമ്പോൾ ശരിക്കും ഒന്ന് ഉരുട്ടിയെടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇതൊന്ന് ഉരുട്ടി എടുക്കാൻ പോവുകയാണ്. കൈ വെച്ചിട്ട് ഇതൊന്ന് ശരിക്കും ഇതെല്ലാം കൂടി കൂട്ടിപ്പിടിച്ചിട്ട് ഇതൊന്ന് ഉരുട്ടി നല്ല ഷേപ്പിലൊരു ഭംഗിയിൽ ഒന്ന് ആക്കി എടുക്കാൻ പോവുകയാണ്.
അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ ചമ്മന്തിയുടെ റെസിപ്പി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ പുളിയുടെയും മുളകിൻ്റെയും എല്ലാം ടേസ്റ്റും ഉപ്പിൻ്റെ ടേസ്റ്റ് എല്ലാം പാകത്തിനായി കിട്ടിയിരുന്നാൽ തേങ്ങയെല്ലാം ശരിക്കൊന്ന് മൂത്തിട്ട് ഉള്ള രുചിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചമ്മന്തി. ചോറിനെല്ലാം കഞ്ഞിക്കും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് നമുക്ക് ചോറും കറിയെല്ലാം വയ്ക്കാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചമ്മന്തി മാത്രം മതി ചോറിനാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു.